Welcome back to Anshu's Stuff. അപ്പോൾ ഞാൻ ഇവിടെയുള്ളത് അറിയോ? കണ്ണൂർ ജില്ലയിലെ പുതിയൊരു എന്ന സ്ഥലത്താണ് ഉള്ളത്. ധനരാജ് ടീച്ചറിന്റെ അടുത്തുള്ള പെസ്റ്റോറി എന്ന ഷോപ്പിലാണ് ഉള്ളത്. അപ്പം ഇവിടെ ഉള്ളിൽ കയറുന്ന കാണുന്ന സമയത്ത് തന്നെ ഇവിടെ പൂച്ചും പ്രാവും ലവ് ബേർഡ്സ് എല്ലാം ഉണ്ട്. അപ്പം ഉള്ളിൽ കുറേ ഫിഷും പൂച്ചും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഉള്ളിൽ കയറി നോക്കിയാലോ? അപ്പം ഞാൻ പിലാത്തറിൽ വരുന്നത്. അപ്പം ഞാൻ ഈ ഷോപ്പ് കാണാനാണ് വന്നത്. അപ്പം ഇവിടെ എന്തെല്ലാം ഉള്ളതെന്ന് പറഞ്ഞു തരുമോ? അതെന്താ? അപ്പം ലവ് ബേർഡ്സിന്റെ ഫുഡ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ലവ് ബേർഡ്സിന്റെ ഫിഷിന്റെ കാറ്റിന്റെ എല്ലാ ഫുഡും ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഓരോ ഫുഡാണ്. പിന്നെ ആഫ്രിക്കൻ ബേർഡ്സിനുണ്ട്, കോണിയോസിനുണ്ട്, കാറ്റ് ഫുഡ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് സർവീസ് കാര്യങ്ങളുണ്ട്. ആ പക്ഷിന്റെ ഫുഡുണ്ട്. ഇവിടെ എല്ലാ ടൈപ്സും ഉണ്ട്. ഇവിടെ സ്റ്റാർട്ടിങ് ഒരു പെയറ് 20 റുപ്പീസ് മുതൽ ഒരു 4000, 5000 ആ റേഞ്ചുള്ള ഫിഷസൊക്കെ ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്തി തരാം, കണ്ടോ. ഇതാണ് ഫൈറ്റർ ഫിഷ്. ഫൈറ്ററിൽ തന്നെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. ഹാഫ് മൂണ്, ഫുൾ മൂണ്, ക്രൗൺ ടെയില്, ഇവിടെ എല്ലാ വെറൈറ്റീസ് ഉണ്ട്. അധികവും മോസ്റ്റ്ലി ഇമ്പോർട്ടഡ് ആണ്. ഇവിടെ തായ്ലാൻഡിലൊക്കെ വരുന്ന ഫിഷസാണ്. ഇതാണ് ജാൻഗോറ. ഇതിന് ഏകദേശം ഒരു 3300 റേറ്റ് വരും. നല്ലൊരു ഫിഷാണ്. ഇതാ ഫ്ലവറാണ്. ഇത് നല്ല ഹമ്പൊക്കെയാണ്, ഹൈ ക്വാളിറ്റി ആണ്. ഇതിനൊരു 4000 അങ്ങനെ റേറ്റ് വരും. പിന്നെ ബ്ലൂ മോർഫുണ്ട്. പിന്നെ മുകളിൽ യെല്ലോ മോർഫ്. പിന്നെ സീബ്ര, പിങ്ക് സീബ്ര, ഇത് ഗ്രീൻ സീബ്ര സ്മോള്. പിന്നെ ഒരു ഗൗരാമി വേറെ മോഡലാണ്, ചെറിയ ഗൗരാമിയാണ്. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്. പിന്നെ SK ഗോൾഡ് ഉണ്ട്. ഇത് ഗോൾഡ് ഫിഷ് മീഡിയം സൈസാണ്. ഇതിൻ്റെ സ്മോളും ഉണ്ട്, ലാർജും ഉണ്ട്. അത് ഇപ്പുറത്തെ സൈഡാണ് കാണിച്ചു തരാം. ഇത് ലാർജ് സൈസ് ഗോൾഡ് ഫിഷാണ്. അതിൽ ഒറാണ്ട ഗോൾഡും പിന്നെ ലയൺ ഹെഡ് ഗോൾഡും വരുന്നത്. 2 ടൈപ്പ് ഗോൾഡ് ഫിഷ് വരുന്നുണ്ട്. പിന്നെ ഇത് കിസ്സിങ് ഗൗറ എന്ന് പറയും. ഇതിങ്ങനെ മീൻ രണ്ടിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അതിങ്ങനെ കിസ് ചെയ്തിട്ട് അപ്പുറം പോകും. അപ്പോൾ കിസ്സിങ് ഗൗറ എന്നാണ് പറയാൻ. പിന്നെ ഇതാണ് ഏഞ്ചൽ ഫിഷ്, സ്മോൾ സൈസാണ്. ഇത് SK ഗോൾഡ് എന്നറിയും. പിന്നെ ഇതാണ് സ്വാഡ് ടൈല്. ഇതിൻ്റെ മെയിലിന് ഒരു സ്വാഡ് ഉണ്ടാവും ബാക്കിൽ. ഇത് മെയിലും ഫീമെയിലും. ഇത് കണ്ടോ, സ്വാഡ് ഉള്ളത് മെയിലും ഇത് സാധാരണ ഫീമെയിലുമാണ്. പിന്നെ ലോക്കൽ ഗപ്പി ഉണ്ട്. പിന്നെ അതാ ഗ്ലാസ് ഫിഷ് ഉണ്ട്. ഗ്ലാസ് ഫിഷ് എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആണ്, കുറച്ച് റയർ ബ്രീഡാണ്. പിന്നെ ഫൈറ്റർ ഉണ്ട്, അല്ല ഷാർക്ക് ഉണ്ട്. ഷാർക്ക് കടിക്കൂല. ഷാർക്ക് കടിക്കാത്ത പാവം മീനാണ്. ഓക്കെ, ഇതാണ് ഗോൾഡ് ഫിഷ് സ്മോൾ സൈസ്. ഇതധികവും സ്കൂൾ ചിൽഡ്രൻസിൽ വരുമ്പോൾ കൊടുക്കേണ്ടിട്ടാണ്. ഒരു പെയറിന് 30 റുപ്പീസേ ഉള്ളൂ. ഓക്കെ, ഇതായതിൻ്റെ ബ്ലാക്ക് മോറ്. അതിന് പെയറിന് 30 റുപ്പീസേ ഉള്ളൂ. പിന്നെ ഇതാണ് ഏഞ്ചൽ. ഇത് ഏഞ്ചൽ നല്ല സൈസാണ്.
ഇതിന് നമ്മളാകെ 120 റുപ്പീസേ ഉള്ളൂ. ബിഗ് സൈസാണ്. ആ പിന്നെ പുതിയൊരു ഷോപ്പായതുകൊണ്ട് ചെറിയൊരു മാർജിൻ ഇടുന്നുള്ളൂ. പിന്നെ ഇതാണ് ജയൻറ്റ് ഗോറ, നേരത്തെ കണ്ട മീനിൻ്റെ കുട്ടിയാണിത്. ഓക്കെ. പിന്നെ വേറെ മീനുള്ളത് കാർപ്പുണ്ട്. കാർപ്പ് കാർപ്പ് 2 ടൈപ്പ് കാർപ്പുണ്ട്. ഒന്ന് ലോങ് ടെയിലായിട്ട് വരുന്നുണ്ട്, ലോങ് ഫിൻസുള്ള. പിന്നെ ഷോർട്ട് വരുന്നുണ്ട്. ലോങ്ങിന് 200ഉം ഷോർട്ടിന് 70 ആണ് വരുന്നത്. പിന്നെ ഇതാണ് ഇത് പ്ലാറ്റി ഫിഷാണ്. പിന്നെ ഇത് നേരത്തെ കണ്ട മോർഫിൻ്റെ ബ്ലൂ മോർഫ് യെല്ലോ മോർഫിൻ്റെയും കുട്ടിയാണ്. ഇതൊരു ഓറഞ്ച് കളറാണ് വരുന്നത്, അതിൻ്റെ ചെറിയ സൈസാണ്. പിന്നെ മോളീസ് ഉണ്ട്. ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഇട്ടതാണ് മോളീസ്. ഇത് ബ്ലാക്ക് ഉണ്ട്, പിന്നെ പാണ്ട മോളി ഉണ്ട്, വൈറ്റ് മോളി ഉണ്ട്. എല്ലാ മോളിയും മിക്സ് ആക്കിയിട്ട് ഇട്ടതാണ്. അടുത്താണ് ഇത് ഗോൾഡ് ഫിഷ് തന്നെയാണ്, പക്ഷേ ഇത് ഡബിൾ കളറുണ്ട്. ഇത് കുറച്ച് റയർ ബ്രീഡ് ഗോൾഡ് ഫിഷാണ്. ഇതിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും, ഡിഫറെൻറ്റ് കളറാണ്. ഇതിന് പാരിന് 200 വരുന്നത്. പിന്നെ ഇത് ഫ്ലവറോണ്, നേരത്തെ കണ്ട ഫ്ലവറോണ്ട് വേറൊരു ടൈപ്പാണ്. ഇത് റെയിൻബോ ഷാർക്കും ഉണ്ട്, പിന്നെ റെഡ് ടെയിൽ ഷാർക്കും ഉണ്ട്. 2 ടൈപ്പ് ഷാർക്ക് ഉണ്ട്. ഇത് കടിക്കൂല. ഓക്കെ. ഇത് നേരത്തെ പറഞ്ഞ പോലെ നല്ല മീനാണ്. ഇത് നേരത്തെ കണ്ട സീബ്രൻ്റെ വേറെ കളറാണ്, സീബ്ര. പിന്നെ ഇത് ഗപ്പീസ്. ഇതാണ് ഗപ്പീസ്. ഇത് ഇമ്പോർട്ടഡ് ഗപ്പിയാണ്, തായ്ലൻഡിൽ നിന്ന് വരുന്ന. ഇതിന് പെയറിന് 200 വരും. ഇത് വേറൊരു എക്സോട്ടിക് ഫിഷാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എക്സോട്ടിക് ആയിട്ട് വരുന്നത്, ടെട്രൻ്റെ ഒരു ടൈപ്പിൽ വരുന്നതാണ്. ഇത് വിഡോ ടെട്ര. ഇതാണ് വിഡോ ടെട്ര. ഓക്കെ. 2 കളറുണ്ട്. പിന്നെ താഴെ കാണുന്ന സക്കർ, അത് ഈ പൊടികൾ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിന്നുന്ന ഫിഷാണ്. പിന്നെ സ്നെയിലുണ്ട്, സ്നെയിൽ. അപ്പോൾ അങ്കിള് ഈ ഫിഷെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്, സൂപ്പറായിന്. ഈ ഫിഷിന് അല്ല ബേർഡ്സിനെ പരിചയപ്പെടുത്തരാം. ഇതാണ് ഫിഞ്ചസ്. ഇതിപ്പോൾ കുറേ ടൈപ്പ് ഫിഞ്ചസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം മിക്സ് ഫിഞ്ചസ് ആണ്. ഇതിന് പെയറിന് 400 റേറ്റ് വരുന്നത്. ഇത് കോണിയൂറാണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് ഫാമിൽ നിന്ന് എത്തിച്ചു കൊടുക്കും. ഇതാണ് പൈനാപ്പിൾ കോണിയൂർ. ഇത് കുറേ ചിക്സ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ എത്തിച്ചിട്ട് കസ്റ്റമർക്ക് കൊടുക്കുക. ഇത് ടേംഡ് ആയിക്കഴിഞ്ഞാൽ പറന്നിട്ട് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു വരും. പറന്ന് അത്ര ഡിസ്റ്റൻസിലൊന്നും പോവില്ല, ഒരു ചെറിയ ഡിസ്റ്റൻസിൽ പോയിട്ട് അത് തിരിച്ചു വരും. നല്ല ബേർഡാണ്. ഇത് നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡാണ് ചെയ്യുന്നത്. കൈനെ കൊണ്ട് ഇതിന് ഫുഡ് കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ മേത്ത് നിന്ന് തന്നെ കളിക്കും. ഇപ്പോൾ മെരുങ്ങിയിട്ട് നിൽക്കും. വേറെ ബേർഡ്സിൻ്റെ ആൾക്ക് പരിചയപ്പെടുത്തരാം. ഇതുണ്ടോ, ഇതിപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല. അത് നമ്മളായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരും. കണ്ടോ, പോകാൻ അതിന് താല്പര്യമില്ല. അതിനിങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ കയ്യിലിരിക്കാനാണ് താല്പര്യം. ഇത് കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ട്, പുറത്താണ്, ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. ഇതാണ് ഗിനി പിഗ്. ഇത് ഒരു കാറ്റാണ്. ഇത് പേർഷ്യനല്ല, ഇത് മാനിക്യൂണിൻ്റെ കുട്ടിയാണ്. മെയിൻകൂൺ എന്ന് പറയുന്നത് ഇതിന് അഡൾട്ടിന് 3 lakhs ഒക്കെ റേറ്റ് വരും. ഞാൻ കാണിച്ചു തരാം. ഇതിന് 35,000 റേറ്റ് വരുന്നത്. ഇത് 2 ഡോൾ ഫേസ് കിറ്റൺസ് ആണ്. നല്ല പാവം പൂച്ച. ഇതാണ് ഡോൾ ഫേസ്. ഇതിന് 12,000 റുപ്യ റേറ്റ് വരും. ഫീമെയിലാണ്. തൊട്ടോക്കിക്കോ. ആ, ഒന്നും ആക്കൂല, പാവം പൂച്ചയാണ്.
ഇത് ഡോൾ ഫേസ് കിച്ചണാണ്. ഇതിന് നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട്, കണ്ടില്ലേ നല്ല ഹെയർ. ഇതിന് 10,000 12,000 ആ റേഞ്ചിൽ വരാൻ. ഇതിനിപ്പോൾ ഞാൻ പ്രൈസ് ഇട്ടത് 12,000 ആണ്. നല്ല ക്വാളിറ്റി ആണ്, ഫീമെയിലാണ്. ഇതൊരു ഡോൾ ഫേസ് കിച്ചണാണ്. ഇതിന് നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട്, നല്ല പുല്ലുമുട്ടായി പോലെ ഉണ്ട്, നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട്. ഇതിന് 10,000 വരാം. ആ ഇതിനെ കൊണ്ടുപോട് 10,000 ഉള്ളൂ കേട്ടോ. വേണമെങ്കിലല്ലോ എന്തായാലും തരണം. അടിപൊളി പൂച്ചയാണ്, ഇഷ്ടമായിനാ. പുല്ലുട്ടായി പോലെ ഇല്ലേ, പുല്ലുട്ടായി കട പോലെ ഉണ്ട്. പുല്ലുട്ടായിൻ്റെ അതേ ഇതല്ലേ. വേറെ ഉണ്ട് ഗിനി, ഇത് ഗിനി പിഗ്. ഇതിനധികം കൂട്ടിലിട്ട് വളർത്തുന്നതാണ്. ഇത് നമ്മളായിട്ട് അത്ര മെരുങ്ങുന്നില്ല, നമ്മളായിട്ട് അത്ര മെരുങ്ങൂല. ആ ഇത് ഗിനിപ്പിക്ക നല്ലൊരു മുയലിനെ പോലെ തന്നെയാണ്. മുയലിന് കൊടുക്കുന്ന ഫുഡൊക്കെ തന്നെയാണ് ഇതിന് കൊടുക്കേണ്ടത്. ഓൾമോസ്റ്റ് റാബിറ്റ് അല്ല, റാബിറ്റ് അപ്പുറം വേറെ ഉണ്ട്. ഇതിന് ഗിനിപ്പിക്ക് എന്ന് പറയും. അത് കുറേ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഇതാണ് പീജിയൻസ്. പീജിയൻസ് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഫാൻസി, ഇത് ഫാൻസിയാണ്, സിറാസ് എന്ന് പറയും. പിന്നെ ഇത് പറവയാണ്. പിന്നെ താഴെ ലോക്കൽ ബ്രീഡൊക്കെ ഉണ്ട്, നാടൻ പ്രാവുണ്ട്, പിന്നെ എല്ലാവിധ പ്രാവുണ്ട്. ഒന്നാക്കൂല, ഇതൊരു പാവം ബേർഡാണ്. ഇത് നാടൻ പ്രാവാണ്. ഓക്കെ, ഇതിൻ്റെ പറവ ഉണ്ട്, പിന്നെ ലോക്കൽ. ഇത് സിറാസ്, പറവ. ഇതൊന്നും ചെയ്യില്ല. ഇത് നമ്മൾ മെരുങ്ങിക്കഴിഞ്ഞാൽ പറപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ അടുത്ത് തന്നെ വരും. ഇതിൻ്റെ കണ്ണ് നോക്കിയാലേ മനസ്സിലായി. ഇതിപ്പോൾ നാടൻ പ്രാവാണ്, നല്ല ഹൈ ക്വാളിറ്റിയുള്ള നാടൻ പ്രാവാണ്. ഇത് ഹിമാലയൻ കിച്ചണാണ്. ഇതിനിപ്പോൾ ഒരു 13,000 അങ്ങനെ റേറ്റ് വരും. ഇത് കടിക്കൊന്നുമില്ല, ഒരു പാവം പൂച്ചയാണ്. ഇത് ഇവിടെ ആയിട്ട് ഞാനുമായിട്ട് നല്ല മെരുങ്ങിയതാണ്. ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. നല്ല മെരുങ്ങിയ പൂച്ചയാണ്. മതിയോ? പിന്നെ ഇതാണ് ലവ് ബേർഡ്സ്. ഇതാണ് അതിൻ്റെ കണ്ണാണ്, അല്ല ബ്ലൂ കളർ കണ്ണാണ്. ഇതിൻ്റെ മുഖത്ത് ഇങ്ങനെ മാസ്ക് ഇട്ട പോലെ ബ്ലാക്ക് കളർ ഇങ്ങനെ ഉണ്ടാവും. ബ്ലാക്ക് കുറച്ചും കൂടി ഡാർക്കാവും. ഇതിൻ്റെ മാർക്കിംഗ് എല്ലാം കറക്റ്റാണ്. നല്ല ഹൈ ക്വാളിറ്റിയുള്ള പൂച്ചയാണ്. നമ്മൾ 13,000 12,000 ആ റേറ്റിലൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ലവ് ബേർഡ്സ് ഉണ്ട്, ലവ് ബേർഡ്സ് യെല്ലോ, ബ്ലൂ, ഗ്രീന്, അതങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്. നല്ല നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പാണ്. തൊടാൻ പറ്റില്ല. ഇത് പ്രാവിനെ പോലെയല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. തിരിച്ചു വരാത്തൊരു ബേർഡാണ്. ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്താനേ പറ്റും. ഓക്കെ, ഇതിനെ പിടിക്കാൻ പറ്റൂല. ഇങ്ങനെ കൂട്ടിലിട്ടിട്ട് ഇങ്ങനെ നോക്കാം. ഇവിടെ ബേർഡ്സ് കുറച്ച് ഡക്ക് ഉണ്ട്. വീട്ടിലെ കോഴി, താറാവ് അങ്ങനത്തെ ചെറിയ ഐറ്റംസ് എല്ലാം ഉണ്ട്. അതിനാ കുറച്ച് ഇവിടെ ഉണ്ട്. ആ ആവശ്യത്തിനനുസരിച്ച് വീടുകളിലെല്ലാം എത്തിച്ചു കൊടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആണ് ഫാൻസി കോഴി. ഇത് സിൽക്കി എന്ന് പറയും. ഇതൊരു അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നതാണ്. ഷോ ബേർഡാണ്. ഇതിന് മുട്ടൊന്നും അങ്ങനെ ഇടൂല. പിന്നെ കുറച്ച് ടർക്കീസ് ഉണ്ട്, കുറച്ച് ഡേഞ്ചറാണ്, കൊത്തു. ടർക്കീസ് ഉണ്ട്, പിന്നെ ഡക്ക് ഉണ്ട്, മണിത്താറാവാണിത്.
ഇതിനൊക്കെ ആവശ്യത്തിനനുസരിച്ച് നല്ല ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ ബൾക്ക് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ ആ വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇത് ഫൈറ്റർ കോഴിയാണ്, അതിൻ്റെ കുട്ടിയാണ്. ഇത് അസീൽ എന്ന് പറയും. അത് ഫൈറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന കോഴിയാണ്. പിന്നെ ഇതാണ് ഫൈറ്റർ കോഴി. ഇതൊരു ഫൈറ്റർ കോഴിയാണ്. ഇതൊരു മീഡിയം സൈസാണ്. ഇത് കുറച്ചും കൂടി സൈസൊക്കെ വെക്കും. ഇത് നല്ല അടിയേയും. ഇത് പാലക്കാട് ആ സൈഡൊക്കെ നല്ല പന്തയങ്ങളൊക്കെ ഉണ്ടാവും ഇതിനെ വെച്ചിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ ഫാദർ കുറേ കോമ്പറ്റീഷനൊക്കെ ജയിച്ചതാണ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി സൈസാവും. ഇതിനിപ്പോഴാണ് 2500 പറയുന്നത്. ഒരു മെയിൻ മെമ്പർ ഉണ്ട്. ഷോപ്പിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ എൻ്റെ ഒക്കെ ഇവിടെ ഉള്ളതാണ്. കമോൺ. ഇത് നമ്മൾ ആദ്യം ഇവിടെ ഉള്ള പൂച്ചയാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വളർത്തിയതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ സ്റ്റഡിങ്ങിനൊക്കെ ആൾ വരും. ഇപ്പോൾ ഫീമെയിൽ കാറ്റ് മാത്രമുള്ള ആൾക്കാർ ഇതിന് ഒരു 1 വീക്കിനുള്ള വാങ്ങിയിട്ട് റെൻറ്റിന് കൊടുക്കും. അപ്പോൾ സ്റ്റഡിങ് വേണ്ടിയിട്ട്. അതിൻ്റെ കുട്ടികൾ ഇതിൻ്റെ നല്ല ക്വാളിറ്റിയാണ്. ഇതെല്ലാം സൈസ് ആയതുകൊണ്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡേറ്റിൽ ഓൾറെഡി കൊടുത്തു. ഇതൊരു മെയിൽ കാറ്റാണ്. ഇത് നമ്മളെ കൂടെ തന്നെ എപ്പോൾ ഇവിടെ ഉണ്ടാക്കും. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. ഇത് സ്റ്റഡിങ് പർപ്പസിന് കൊടുക്കുന്നതാണ്. ഫീമെയിൽ കാറ്റിനെ ആണെങ്കിൽ ഉള്ള ആൾക്കാർ വന്നിട്ട് ഇതിനെ കുറച്ച് ദിവസത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കേജസ് ഉണ്ട്. ചെറിയ കേജ് വലിയ കേജൊക്കെ ഉണ്ട്. ബാ, അങ്ങോട്ടൊന്നും ആക്കൂല. അടിപൊളി കാറ്റാണ്. മെയിൻ കാറ്റാണ്. ഇത് സാധാരണ സൈസ് നല്ല ഹെവി സൈസാണ്. അടിപൊളി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിനി. അപ്പോൾ ഈ പുതിയ ഷോപ്പിൽ കാറ്റും ബേർഡ്സ് എല്ലാം ചെറിയ വീതിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ബേർഡ്സോ കാറ്റോ നിങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കോ. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ് അൻഷുത്ത ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാല്ലാ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.